കരീബിയൻ കടലിൽ US നാവികസേനയുടെ കപ്പലുകൾ കൂട്ടിയിടിച്ചു. ബുധനാഴ്ചയാണ് കൂട്ടിയിടിച്ചത്. വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കരീബിയൻ കടലിൽ വിന്യസിച്ചിരുന്ന കപ്പലുകളാണ് കൂട്ടിയിടിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് അപകടമുണ്ടായത്. ഇന്ധനവും മറ്റ് സാധനങ്ങളും കൈമാറ്റം നടത്തുന്നതിനിടെയായിരുന്നു അപകടമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. USS ട്രക്സ്റ്റണും USNS സപ്ലൈ എന്ന കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ USS ട്രക്സ്റ്റൺ ആർലിബർ ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. നാവികസേന കപ്പലുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈ കപ്പലുകളിൽ ഉൾപ്പെടുന്നതാണ് USNS. കൂട്ടിയിടിയിൽ 2 നാവിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് US സതേൺ കമാൻഡ് കരീബിയയിലെ നാവികസേനാ കപ്പലുകളുടെ കൂട്ടിയിടിയെക്കുറിച്ച് അറിയിച്ചത്. കരീബിയൻ കടലിൽ അടുത്തിടെയാണ് USS ട്രക്സ്റ്റൺ അടക്കം 18 കപ്പലുകൾ അമേരിക്ക പുതുതായി വിന്യസിച്ചത്. ഇതിൽ അമേരിക്കയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് കരീബിയൻ മേഖലയിൽ മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിൻ്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തി തുടങ്ങിയത്. വിർജീനിയയിലെ നാവികസേനാ കേന്ദ്രത്തിൽ നിന്ന് USS ട്രക്സ്റ്റൺ ഫെബ്രുവരി 3-നാണ് കരീബിയൻ കടലിൽ എത്തിയത്. സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ നാവികസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദി വാൾ സ്ട്രീറ്റ് ജേണലാണ്. യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള കൂട്ടിയിടി അപൂർവമായി സംഭവിക്കുന്നതാണെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു മുമ്പ് ഇത്തരമൊരു സംഭവം നടന്നത് 2025 ഫെബ്രുവരിയിലായിരുന്നു. അന്ന് USS ഹാരി എസ് ട്രൂമാൻ ഒരു ചരക്ക് കപ്പലുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അതിനിടെ ഇറാനും US-ഉമായുള്ള സംഘർഷം തുടരുകയാണ്. രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി US മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തുടങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വന്നു. നിലവിൽ അറബിക്കടലിൽ USS എബ്രഹാം ലിങ്കൺ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ വിർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന ജോർജ് H.W. ബുഷ് എന്ന കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത്. ഇതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക കേന്ദ്രത്തിൽ US കൂടുതൽ വ്യോമപ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട്. ട്രക്കുകളിൽ സ്ഥാപിച്ച പാട്രിയറ്റ് മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനാണിതെന്നാണ് വിലയിരുത്തൽ. ഇറാനെ US ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഖത്തറിനൊപ്പം ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, UAE, ഒമാൻ, തുർക്കി, ഡീഗോ ഗാർഷ്യ എന്നിവിടങ്ങളിലും US-ന് സൈനിക കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ ജൂണിൽ അൽ ഉദൈദ് താവളത്തിന് നേരെ ഇറാൻ 10ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളെയും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്.